സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഗൈസ് ഇന്തോനേഷ്യ ബസ് സിമുലേറ്റർ കളിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും ഗൈസ്. സോ ഇന്ന് നമ്മൾ അതുപോലത്തെ തന്നെ സെയിം സാധനം, സോ ആ ഒരു ടീം തന്നെ ഇറക്കിയ വേറൊരു ഗെയിമാണ്. സോ ഇന്ത്യ ബസ് സിമുലേറ്റർ. സോ ഇന്ത്യ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിമാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഗെയിം അടിപൊളി ഗെയിമാണ് ഗൈസ്. നമ്മൾ ഈ വീഡിയോയിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഇന്ത്യൻ മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇന്ത്യൻ മാപ്പ് പോരാത്തിന് ഇന്ത്യൻ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു പുതിയൊരു ഗെയിമാണ്, കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് എത്തിയിട്ടുണ്ടാവില്ല. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ പറഞ്ഞ ഗെയിം. സോ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഉണ്ടല്ലോ, ഇന്തോനേഷ്യ ബസ് സിമുലേറ്റർ. ഓക്കെ, അതുപോലെ തന്നെ പേരാണ്. സോ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര്. സോ അവരുടെ തന്നെയാണ് ഇതിൽ അത് 2 ദിവസമുള്ളൂ ഗാരേജിൽ. ഐ തിങ്ക് ഇത് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കണേ. ഇതിൽ ക്യാഷായിട്ട് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ മണി തന്നെയാണ്, രൂപ തന്നെയാണ്. സോ നമുക്കിതിൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, ടെർമിനൽ ആൻഡ് സ്ട്രീറ്റും. അപ്പോൾ സ്ട്രീറ്റ് കയറി ഏറ്റവും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. സോ മാപ്പ് നോക്കി, ഇന്ത്യൻ മാപ്പ് തന്നെ. ഇതിൽ കൊച്ചി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സേലം ടു കൊച്ചി പോയി നോക്കി. അപ്പോൾ നമുക്കിനി കൊച്ചി ടു ബംഗളൂരു വരെ പോയേക്കാം, ഇതിൽ കൂടെ പോയേക്കാം. ഓക്കെ, കോയമ്പത്തൂർ വഴി പോയേക്കാം. സോ നമ്മൾ മാപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. സംഗതി കാണാനൊക്കെ ഇങ്ങനെയുണ്ട്. ഒരു മാപ്പ് പക്ക ഡിഫറെൻ്റ് ആട്ടോ. ഇന്ത്യൻ മാപ്പാണെന്ന് ചോദിച്ചാൽ ഏകദേശം ഗ്രാഫിക്സും കുഴപ്പമില്ല. ഗ്രാഫിക്സ് മറ്റേ ഇന്തോനേഷ്യൻ്റെ അതേ ഗ്രാഫിക്സ് തന്നെ, സെയിം ഗ്രാഫിക്സ് തന്നെ. സോ നമുക്കൊന്ന് ജസ്റ്റ് കളിച്ച് നോക്കാം. സോ ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ കളിക്കുന്നവർ കളിക്കാം. സോ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറാൻ ആകെ 2 പേരേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഇതൊക്കെ മതി. സോ ഇതാണ് വേറെ പ്രത്യേകത. നമ്മൾ ഇന്തോനേഷ്യ ബസ് സിമുലേറ്ററിൽ ഇങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ ആൾ നടന്നു പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ആൾക്കാർ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതൊരു നല്ല ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിൽക്കണേ, നമ്മളിപ്പോൾ കൊച്ചിയിലാണ് ഗൈസ്. കൊച്ചിയിൽ നിന്ന് നേരെ പറഞ്ഞിട്ടാ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. റോഡൊക്കെ കുഴപ്പമില്ല, അതേ സെയിം സാധനം. അയ്യോ, ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ റെഡ് ഡോട്ടുള്ള സ്റ്റോപ്പാണ് ഗൈസ്. ഓക്കെ, നിർത്തിയാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്തായാലും നിർത്താൻ നോക്കാം. ഓക്കെ, നല്ല റോഡാണ് ഗൈസ്, ഹൈവേ. ഓക്കെ, ഇവിടെ മുന്നിൽ ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട്. എവിടെയാണത്? ബാക്കിലാ? ഡോർ തുറന്നത്. ആളെ കാണാനില്ല, പക്ഷെ അവിടെ ഡോട്ട് കാണിച്ചു ചെയ്തു. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഏതായാലും. ഇപ്പോൾ നമ്മുടെ ബസ്സിൽ 2 ആൾക്കാരുണ്ട്. 2 ആൾക്കാർ നിൽക്കാൻ പറ്റി. ഈ ബസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോണ്ടല്ലോ മയക്കാറുള്ള പോലെ. ഇത് ആരാണത്? എന്താ ആ ഓട്ടോറിക്ഷ വെച്ചാണ് അത്രയും സ്പീഡിൽ വന്നത്. അയ്യോ 2 ആളുള്ള ബസ്സിൽ കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. ഒക്കെ മാറി. ഇതൊക്കെ ബസ് മെയ്ത് നോക്കി. മൈ ലൈഫ് മൈ റൂൾസ്. എന്തൊക്കെയാണിത്? ആരാണ് ഈ ഇന്ത്യയാണ് സംഗതി? ഇന്ത്യയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ എന്താണ് വേണ്ടത്? തേങ്ങ മനുഷ്യനെ വരപ്പിക്കാനല്ലേ. നമ്മളെന്നെ കളിക്കുള്ളൂ ഗൈസ്, ഇന്ത്യക്കാരനെ ഇത് കളിക്കുള്ളൂ, വേറെ ആരും കളിക്കൂല. മീൻസ് ഇത് വേറെ ആർക്കും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. സോ പിന്നെ ട്രാഫിക്കൊക്കെ അടിപൊളി കണ്ട, ഭാരത് ബൻസ് കണ്ടില്ലേ, സെറ്റ് അതേപോലെ തന്നെ. പിന്നെ ഈ ലോറി മറ്റേ നമ്മളെ
പിന്നെ ബലോറ ടൈപ്പ് വണ്ടി. പിന്നെ ഇതിത്തെ പോലീസിൻ്റെ വണ്ടിയൊക്കെ ബലോറ തന്നെ കേട്ടോ. സെയിം ബലോറോ അതിൻ്റെ സെയിം സാധനം. ഇതുമായിട്ട് നമ്മൾ സ്റ്റോപ്പ് കിട്ടിയിട്ടില്ല നമുക്ക്. രണ്ടാളായിട്ട് നമ്മൾ പോകാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ അത് എടുക്കാം. ഇതിലൂടെ കയറണമായിരുന്നില്ല എനിക്ക്. പക്ഷെ അടുത്ത് നമ്മൾ സൂപ്പർ ഫാസ്റ്റാണ് ഗൈസ്. നമുക്ക് റോഡൊന്നും ബാധകമല്ല, നമ്മൾ ബസ്സല്ലേ ഗൈസ്. സോ ഗൈസ്, ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നുമില്ല. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇന്നില്ല, നാളെ നമുക്ക് സെറ്റാക്കാം. അയ്യോ, ഇങ്ങനത്തെ ഐവൊക്കെ ഉണ്ട് ഗൈസ്. ഇത് മാപ്പ് ജസ്റ്റ് ഉണ്ടാക്കിയതല്ലേ, അതോ സെയിം സാധനം തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എങ്ങനെ ആവോ? ഏയ് അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നടാ. എത്ര മാത്രം സ്റ്റോപ്പാണ് പോയത്. ഇത് കണ്ട ബലോറോ ടൈപ്പ് പോലീസ് വണ്ടി. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്തായാലും എടുക്കാം. ഡിവൈഡറുമ്പോൾ തട്ടിയപ്പോൾ 3-4 സ്റ്റോപ്പ് മിക്സ് ആയി ഗൈസ്. ഈ രണ്ടാളായിട്ടും പോയി. മാക്സിമം ആൾക്കാരെ കയറ്റാൻ പറ്റുന്നതാണ് ശ്രമിക്കേണ്ടി. ഇത് ഫുൾ ഹൈവേ. അയ്യോ, മൈ ലൈഫ് മൈ റൂട്ട്സ്. തേങ്ങ കൊല. ഇവിടെ ഓക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. സ്റ്റോപ്പിൽ നിർത്തിക്കണം ഗൈസ്. റോഡിന് വിലങ്ങി ഓടിച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മൾ നിർത്തരുത് സാധാരണ. ഓക്കെ ഗൈസ്, 4 ആൾക്കാരായിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ നിർത്താൻ പറ്റുള്ളൂ ഗൈസ്. ഗൈസ് മഴ പെയ്തു വിഷയട്ടത്. സത്യം പറയല്ല, ഈ ഒരു മാപ്പ് അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ട് കളിക്കണോണ്ടോ തോന്നുന്നു നേക്കുണ്ട് ഗൈസ്. ഇപ്പം ഞാനിങ്ങനെ കണ്ടെന്ന് വെച്ചാൽ, ഞാൻ ബസ് മുന്നോട്ട് കളിക്കുമായിരുന്നു. കളിക്കണ ഇടയിലാണ് ഗൈസ് മറ്റേ ആഡ് വരുമല്ലോ, ആഡ് വന്നപ്പോൾ കണ്ടതാണ്. അതേപോലത്തെ ഇന്ത്യ പറഞ്ഞിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ കിട്ടിയതാണ് ഗൈസ്. ഇത് ബസ് ആടണൊക്കെ ഗൈസ്, എന്തൊരു ആട്ടും. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. 4 ആൾക്കാരുള്ളു. ഒരു പോലീസിനെ ഉണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അതുപോലെ മാപ്പ് കുറച്ചും കൂടി വലുതാക്കണം എന്നാണ് എൻ്റെ രീതി. കാരണം നമ്മൾ ഇന്തോനേഷ്യൻ്റെ അത്ര വലിയ മാപ്പൊന്നും അല്ല. ആകെ 5-6 സ്റ്റോപ്പേ ഉള്ളൂ, സ്ഥലങ്ങളെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ സ്റ്റോപ്പ് ഉണ്ടല്ലോ.
ആ ഇതന്നെ. ആ പോവാ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 11 ആൾക്കാരാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇതാരവിടെ ഓരോന്നിനും എന്തൊക്കെ കാണിക്കണം. ഇന്ത്യൻ തന്നെ. അല്ലോ ഇവിടെ സ്ഥലം മാറി. ബാക്കിൽ ആരും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഇതിങ്ങനെ ഫേമസ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കോയമ്പത്തൂരേക്കാരം. നിർത്ത്. അത് 6 റുപ്യ. എടാ ഇത് 11 ആൾക്കാരുള്ളൂ അല്ലേ? ഇത്രയും വലിയ ബസ് എടുത്തിട്ട് 11 ആൾക്കാരായിട്ടാണ് ഞാൻ വന്നത്. ജസ്റ്റ് അവിടെ ഇനിയുള്ളത് നമ്മൾ ഫുള്ള് എടുക്കാൻ നോക്കും. ഓക്കെ,